ഗുഡ് മോർണിംഗ്. ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ തേങ്ങ വറുക്കുന്ന അതിലേക്കില്ല. അപ്പം ഇന്ന് കടലക്കറിയും വെള്ളയപ്പവും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടല ഞാൻ ഒന്നിച്ച് കടലേൻ്റെ കൂടെ ചേരുവകളൊക്കെ ഇട്ട് നമ്മുടെ ഉള്ളി തക്കാളി ഒക്കെ ഇട്ടിട്ട് ഞാൻ വിസിലടിക്കാറാണ്. വേവിച്ച് ആദ്യം വെക്കുക, എന്നിട്ട് ഈ തേങ്ങ വറുത്തിട്ട് അതിലേക്ക് ഒഴിക്കുക. അങ്ങനെയാണ് ഞാൻ കടലക്കറി വെക്കുന്നത്. ഇത് അഹിമോന് കുളിക്കാനുള്ള ചൂടുവെള്ളമാണ് കേട്ടോ. അഹിമോൻ രാവിലെ ഇളം ചൂടുവെള്ളത്തിലാണ് കുളിക്കുക, പ്രത്യേകിച്ച് ഇപ്പം നല്ല തണുപ്പുമല്ലേ. അങ്ങനെ തേങ്ങയൊക്കെ ഓൾമോസ്റ്റ് വറുത്ത് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് അരച്ചിട്ട് നമ്മുടെ ഈ കടലക്കറിയിലേക്ക് ചേർക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറീൻ്റെ പിന്നെ വറവിടണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലക്കറി സെറ്റായി. അപ്പം ഇപ്പുറത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജീരകവെള്ളമാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ ഞാൻ വെറും വയറ്റിൽ ജീരകവെള്ളം കുടിക്കാറുണ്ട്, എല്ലാ ദിവസങ്ങളിലും ഇല്ല. ചില ദിവസങ്ങളിൽ മടിയാവും, അപ്പോൾ വെക്കില്ല. അപ്പം നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ മാവ് ഇന്നലെ തന്നെ അടിച്ച് സെറ്റാക്കി വെച്ചത് ഇന്ന് രാവിലെ ആകുമ്പം പൊന്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ബാറ്ററൊക്കെ റെഡിയാണ്. ഇനിയിപ്പോൾ ചുടാനേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചുടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവർ ഓൾമോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്ന ടൈമായി. ഇവർ കഴിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് ഞാൻ ഈ കടികളൊക്കെ ഉണ്ടാക്കുക. ആദ്യം തന്നെ ചോറിൻ്റെയും കറീൻ്റെയും പണിയാണ് ഞാൻ നോക്കുക. കൊണ്ടുപോകാനുള്ളത് കൊണ്ട് ചോറും കറിയൊക്കെ ആദ്യം ആക്കിയതിന് ശേഷമാണ് കടീൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാറുള്ളത്. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് ഇവർ കഴിക്കാനായിട്ടുണ്ട്. അപ്പം ഞാനും കൂടെ കഴിക്കുകയാണ്. ഇതാ നമ്മുടെ വെള്ളയപ്പവും കടലക്കറിയും പിന്നെ ചായയും കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കുകയാണ്. അപ്പം ഓക്കെ, ബൈ.